ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് അവധിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലത്തെ നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലേക്ക് നമ്മളൊരു 6:30 കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ തീരെ വയ്യായിരുന്നു. നമ്മൾ ഡേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു 1.5 മാസമായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഓൾറെഡി ഉണ്ട്. കൈവേദന, കാലുവേദന, തണ്ടൽ വേദന, വയർ വേദന ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഉഷാറാക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നേരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പ്രാവശ്യം ഒറ്റ കൊല്ലം ഇങ്ങനെ ഉണ്ടാവാറില്ല. ഈ കൊല്ലം നല്ല തണുപ്പും കാരണം എനിക്ക് തോന്നുന്നു ഈ അടക്കള ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ കൊല്ലം അല്ലേ നമ്മൾ ഡിസംബർ വെച്ചപ്പോൾ ആ അടക്കള ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ടോ നമുക്ക് രാവിലെ തണുക്കണ് അല്ലേ ആദിത്യ. ഞാൻ ഒറ്റ കൊല്ലം നമ്മൾ രാവിലെ ചെയ്യുമ്പോൾ പിന്നെ തണുപ്പില്ല. പക്ഷെ ബാക്കിയുള്ള കാലത്തൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ അടക്കളല്ലേ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടക്കള വന്നതിന് ശേഷം ഈ ഡിസംബർ മാസം വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവും എനിക്ക് തോന്നുന്നില്ല കേട്ടാ. എന്താ തലാണ് തണുപ്പ രാവിലെ ചിലപ്പോൾ അടക്കള തണുപ്പ നമുക്ക് ഈ അടക്കളയാകുമ്പോൾ അറിയില്ല. ആ നല്ല സുഖമുണ്ട്. ആ സ്റ്റവൊക്കെ കേടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ബീഫ് ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചു. ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചെത്തി നുറുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് എനിക്ക് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ മരയ്ക്ക് പോകുമ്പോൾ നോമ്പെടുത്തപ്പോൾ തുടങ്ങിയതാണ്. രാവിലെ അതിന് ശേഷം കുളിക്കണം എന്നുള്ളൊരു ഇതായിട്ട്. പക്ഷെ ചില ദിവസങ്ങൾ നമ്മൾ പറയും നമുക്ക് പറ്റില്ല എന്ന്. അന്ന് അച്ചും കുഞ്ഞിനൊക്കെ ഉണ്ട് കേട്ടോ. അച്ചു ആണെങ്കിൽ ദോശ കഴിക്കില്ല, അരിപ്പുട്ട് കഴിക്കില്ല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അച്ഛനും ഇഷ്ടമില്ലാത്തതുണ്ട് കേട്ടോ. അച്ഛന് കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയാന്ന് പറഞ്ഞാൽ ഞാൻ പേറ്റ് ചപ്പാത്തി മേടിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ണാടെ സ്കൂൾ ഉണ്ടാക്കണത് നമുക്കെല്ലാം ഉണ്ടാക്കാനുള്ളൊരു നേരം കിട്ടില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ട്. നമ്മുടെ ബീഫ് തലേദിവസം അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഗ്രീൻ പീസ് പിന്നെ തലേദിവസത്തെ ചോറ് കുറച്ചിട്ടുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് ഊറ്റാൻ വെച്ചുട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ രാവിലത്തെ ഈ തക്കട പണികളിൽ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സബോള, ഒരു 3-4 വെളുത്തുള്ളി, ഒരു തുണ്ട് ഇഞ്ചി, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇതാണ് കേട്ടോ നമ്മൾ ഈ കറിയിലേക്ക് എടുക്കുന്ന പച്ചക്കറികൾ. അപ്പോൾ ഈ സബോളൊക്കെ നിങ്ങളുടെ പനിയായിട്ട് വന്നിട്ടേക്കുണ്ട്. ഉണ്ണി എന്തെങ്കിലും ചെയ്ത് തരണം, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് നാളികേരം ചെരുക്കി തരണം. അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് പറയാട്ടെ. എന്താ വെച്ചാൽ എല്ലാം കൂടി ഞാനിപ്പോൾ നേരം ഉണ്ടാവില്ല. സ്കൂളിലെ ദിവസമൊക്കെ ഈ അലർജീൻ്റെ ഗുളിക കഴിച്ച് കിടന്ന് ഉറങ്ങണ രാവിലെ കണ്ണ് മിഴിയിലിരിക്കുക, ഭയങ്കര ക്ഷീണം. ഈ ഡേറ്റിൻ്റെ ആവുന്നതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ പരമാവധി രാവിലെ എണീച്ച് കുളിക്കാനുള്ള പരിപാടി നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ രാവിലെ എണീച്ചു കുളിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. മലയ്ക്ക് പോയി വന്നു, അതിൻ്റെ പിറ്റേ ദിവസം വിളക്ക് കത്തിച്ചു. പിറ്റേ ദിവസം തൊട്ട് നമുക്ക് അച്ഛൻ മരിച്ചതിൻ്റെ പേലയും കാര്യങ്ങളൊക്കെ വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ആരോ പറഞ്ഞു നിങ്ങൾ പല വീടിനേക്കാൾ മുന്നേ ഇറച്ചി മീനും കഴിച്ചു എന്ന്. നിങ്ങൾ മീൻകറിയുടെ വീഡിയോ ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടത് അച്ഛൻ്റെ പലപ്പോക്കും കഴിഞ്ഞ് സഞ്ചയനം കഴിഞ്ഞ് അന്ന് രാത്രിയത്തെ വീഡിയോ അല്ല കേട്ടോ. അന്ന് രാത്രിയത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അതിനേക്കാൾ മുന്നേ ഞങ്ങൾ ഇറച്ചി മീനൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ വീഡിയോ ഇടണമെന്നും പറയണത് നമ്മൾ കുറച്ച് ദിവസത്തെ അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു ശീലമാണ് ഞാൻ വേണ്ടത്. രാവിലെ എഴുതിച്ച ശേഷം ചുക്ക് കാപ്പി കുടിക്കാന്നുള്ളത് കേട്ടോ. തൊണ്ടയ്ക്ക് ഭയങ്കര കിരികിരിപ്പല്ല കേട്ടാ. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് ആ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഗ്രീൻ പീസ് വെന്തത് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ പകുതി കഷ്ണാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് അമർത്തി കൊടുത്തിട്ടു. പിന്നെ ഇപ്പുറത്ത് നമ്മളൊരു ചട്ടി വെച്ചു, അതിലേക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ പോട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഉണ്ടാക്കി കാണിക്കുന്നത് വെറൈറ്റി കറികളാട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ പീസ് കറി കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു സബോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മൾ 2 പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് വാടി വരിക വേണ്ട കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മളിത് വാട്ടിയിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു പകുതി വാട്ടി കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടുക, നമ്മുടെ മുളകിനനുസരിച്ച് ഇടുക.
ഗരം മസാലയുടെ പൊടിയാണ് വീട്ടിൽ പൊടിപ്പിച്ച് വെച്ച ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ സ്മെല്ല് പോകുമ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചാൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ അതൊന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഈ തക്കാളിയും ഈ മസാലക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ കണ്ട ആ തെളി മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ജസ്റ്റ് ഇതൊന്ന് നന്നായി തിളക്കട്ടെ ഉപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ നമ്മുടെ കറി ഏകദേശം തിളച്ച് കുറുകി വരുന്നുണ്ട് നമ്മളിതിലേക്ക് എക്സ്ട്രാ എന്നിട്ട് ഒഴിച്ചത് ഒരു 2-3 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല 2-3 ടീസ്പൂൺ ഫ്രഷ് ക്രീം അത് നമ്മുടെ വീട്ടിൽ മിക്ക കടകളിലൊന്നും കിട്ടും കേട്ടോ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടും ഫ്രഷ് ക്രീം അത് ചെറുത് മേടിച്ച് വെച്ചാൽ നമുക്ക് 3-4-5 പ്രാവശ്യം കറി ഉണ്ടാക്കാൻ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പുളി ഉപ്പ് കൊണ്ടുവന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോഴേക്ക് ഈ മരുന്ന് കഴിക്കണമെങ്കിൽ പുളി ഉപ്പ് വരുമെന്ന് അറിയണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ വന്നപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ തൈരും കൂടി ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പൊന്നൂന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല പൊന്നു അനിയൻ്റെ ഏട്ടൻ ഗൾഫിൽ പോകട്ടോ അച്ഛൻ വൈകാണ്ടായപ്പോൾ വന്നതാണ് അപ്പോൾ അച്ഛൻ്റെ എല്ലാ പരിപാടിയായപ്പോൾ ഏട്ടൻ തിരിച്ച് ഗൾഫിൽ പോകട്ടോ അപ്പോൾ ഷെമി പൊന്നുമാണ് അവർ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകണം അതുകൊണ്ടാണ് പൊന്നു നേരത്തോടു കൂടി കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വെക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ചീത്തയൊക്കെയാണ് പൊന്നു ഈ നിമിഷം വരെ ചൂടുവെള്ളം വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ കഴിക്കുന്നത് ഒരു കൊട്ട കേക്ക് ഷെമി മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ആയിട്ട് പ്ലം കേക്ക് കിട്ടിയില്ല അപ്പോൾ അത് കൊട്ട കേക്ക് തിന്നിട്ട് സമാധാനമാവാണ് കേട്ടോ അതിനേട്ടാ ഞാൻ പറഞ്ഞില്ലേ പ്ലം കേക്കിൻ്റെ കാര്യം ക്രിസ്മസ് ആണ് മേടിച്ചു തന്നില്ല എന്ന് നോക്കിയേ ഞാൻ കേക്ക് കൊടുക്കുമ്പോൾ ഒരാൾ വായ തുറന്ന് കഴിക്കുന്നുണ്ടാ മേടിക്കുക ഞാൻ ചുമ്മാ പറയണതാട്ടാ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് അത്രേ ഉള്ളൂ ഇന്നാൾ മേടിച്ചാലേ കഴിക്കൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ കറി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഉണ്ണികൾക്ക് കൊണ്ടുപോകണം നെഗേഴ്സ് വറുത്തെടുക്കാൻ കേട്ടോ അവർക്ക് സ്നാക്സ് ബോക്സിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെഗേഴ്സ് അതൊന്ന് ജസ്റ്റ് അമർത്തി വയ്ക്കുന്നുണ്ട് അങ്ങനെ നെഗേഴ്സൊക്കെ വറുത്തെടുത്തപ്പോൾ നമ്മുടെ കൊടുക്കുന്നവർക്ക് യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ചേച്ചിയോട് ചേട്ടനോട് ഈ യാത്ര പറയണ സത്യത്തിൽ അത്ര രസത്തിലല്ല കേട്ടോ കൊടുക്കൻ ഒരു വിധത്തിൽ ഇങ്ങനെ ചിരിച്ച് നിൽക്കണമെന്നുള്ള പൂവണ്ട ഞാൻ വന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് രണ്ടാളും ഉണിക്ക് രാവിലെ തൊട്ട് തന്നെ ചെവി വേദന വയറുവേദന എല്ലാ അസുഖങ്ങളും പറഞ്ഞു നോക്കിയിട്ടാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കുണുക്കിന് വയ്യെന്ന് പറഞ്ഞു ചാടി കടിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ രണ്ടാളേനും സ്കൂളുണ്ടാക്കി പൊന്നിനും ഷെബീനെ വിളിച്ചു അവരെത്തിയില്ല അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ രാവിലെ തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ട് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ എന്താ ബീഫ് റോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പോരെ അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഏകദേശം ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ വേറെ കുഞ്ഞൻ പോരടിച്ചെന്ന് അറിയാം ഓക്കെയാ ഒരു കമൻറ്റ് കണ്ടോ ഞാൻ അതെ ഞാൻ വീഡിയോ എടുക്കുക കുഞ്ഞിനോട് അച്ഛനോട് അമ്മ മിണ്ടണില്ല പൊന്നിനോട് ഷെബിയോട് മാത്രം അമ്മ മിണ്ടണം ആരെ പറഞ്ഞെന്ന് അറിയിട്ട് കമൻറ്റ് ആരെ പൊന്നിനും അച്ഛനും അമ്മോട് അച്ഛനോട് വർത്താനം പല ബുദ്ധിമുട്ടുള്ള ഷെബിനോടും പൊന്നിനോടാണ് പേസ്റ്റ് ചോദിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എനിക്കറിയില്ല രാവിലെ പല്ലേക്കണത് അവരുണ്ടാവാറില്ല എപ്പോഴും പല്ലേച്ച് രാത്രി പല്ലേച്ച മനസ്സിലായില്ല പേസ്റ്റ് ഞങ്ങൾ വാങ്ങാൻ പറഞ്ഞില്ല ഇവിടുത്തെ കഴിഞ്ഞപ്പോ ഉണ്ടാവില്ലല്ലോ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ എടുത്തത് സൂപ്പർ മാർക്കറ്റിൽ പാട്ടല്ല എന്റെ ഫുള്ള് ഡബിങ്ങാ പാട്ടിക്ക് വെക്കാൻ എന്തോ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല ഞങ്ങള് നന്നായി മിണ്ടുന്നുണ്ട് അച്ഛനും അങ്ങനെ കിട്ടില്ല ഞങ്ങളെല്ലാവരും അങ്ങോട്ടുണ്ടോ ഒരാളോട് അല്ല തല വെട്ടിച്ച് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ആണ് ബാക്കിൽ പണ്ടിലൊക്കെ ഓരോരുത്തരെ വെച്ചിട്ട് വീട്ടിലെടുക്കുന്നത് അത് മുന്നേ പറഞ്ഞിട്ടായിരുന്നു ഷെബിയും പൊന്നിയുടെ ഹോസ് ചെയ്തു രണ്ട് വീട്ടിലാണ് സെറ്റ് ചെയ്ത് ഷെബിനെ വെച്ചിരിക്കാറുണ്ട് അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ അല്ലെ എല്ലാരും വിദ്യാഭ്യാസത്തിനെ പറ്റി കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ വിദ്യാഭ്യാസം ഉള്ള കാലഘട്ടത്തിലാണ് ഈ ആൾക്കാർ ഈ വക കാര്യങ്ങൾ പറഞ്ഞേക്കുമ്പോ സത്യം പറഞ്ഞാൽ
എന്താ ചെയ്യാലേ ഞങ്ങളോട് എന്തെങ്കിലും. എല്ലാവരും മിണ്ടുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് മിണ്ടുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങളും കാരണമൊക്കെ നമ്മൾ മാനസികമായിട്ട് ഞങ്ങൾ തമ്മിലുള്ളതല്ല, മാനസികമായിട്ട് മറ്റുള്ള പ്രശ്നങ്ങളും കാരണമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫേസിൽ ഉണ്ടാവില്ല എന്നൊന്നുമില്ല. അല്ലാണ്ട് ഞങ്ങള് മാത്രം തോന്നില്ല, ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് മിണ്ടും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം പൊന്നു ഷേപ്പ് ഇല്ലാത്തതാണ്, അതിൽ ഇല്ലാത്തത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അവരില്ല, അവര് രാവിലെ വെല്ലിശ്ശേരി എയർപോർട്ടിലൊക്കെ അവർ പോയത് 8-8:30 ആകുമ്പോഴേക്കും അവര് പോയി. രാവിലെ അവർ വൈകി വരുമ്പോ പിന്നെ അവര് അങ്ങനെ ആത്തോണ്ടൊക്കെയാണ്. അവര് രാവിലെ നേരത്തെ വിളിക്കും, ഞാൻ ഭക്ഷണമൊക്കെ വായോട്ടാണ്. പിന്നെ അവര് എത്തുമ്പോ സമയം വൈകി. ഇതാണ് ഇന്നലെ ഞാനത് അവരൊക്കെ കൊറേ നേരം കാത്തുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ടേ. പിന്നെ കുണുക്കൽ കുടിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്ന ആലോചിച്ചിട്ട് പെടുത്തില്ല. ഇവര് ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ടാ അടി ഉറപ്പാ. കുണിക്കുമ്പോൾക്ക് മടിയേ ഇല്ല, സ്കൂളിൽ പോകാൻ ഒരു മടിയില്ലാത്ത ആളെ കുണിക്കുമ്പോട്ടെ. പക്ഷെ ഇന്ന് കുണിക്കുമ്പോൾ ഭയങ്കര മടി, ചെവി വേദന പറഞ്ഞു, എന്തൊക്കെയോ സാധനം. നിങ്ങൾക്ക് കുണുക്കിന് വയ്യെങ്കിൽ പറഞ്ഞേക്കില്ല അല്ലെ, എനിക്ക് വയ്യെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കില്ല. എനിക്കറിയാം അവൾക്ക് കുഞ്ഞുള്ള കാരണം. എന്നോട് ചോദിക്കുന്നു പോവെന്ന് പോവാ, ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല കേട്ടാ, ചക്കമ്മ സ്കൂളിൽ പോയില്ലെങ്കിൽ ഞാൻ പോവും, അല്ലെങ്കിൽ പോവില്ല കേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിത് പറഞ്ഞിട്ടുണ്ട്. കുണുക്കിന് പക്ഷെ അറിയാട്ടെ ഇന്ന് പോണ കുണുക്കിന് എങ്ങനെയാ ഒരു പോട്. അപ്പൊ അതൊക്കെ ചോദിച്ചിനോട് ആ വാരം ഇപ്പൊ വണ്ടിക്ക് അവിടെ നമ്മൾ പോയിട്ട് കൊണ്ടാക്കണം കുഞ്ഞിനെ ചുനി. അപ്പൊ ഞാനില്ല, ഒരു വണ്ടി സർവീസ് ചെയ്ത് ഇവിടെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ടാ പിടിയുണ്ട്. എന്നാലും ഇന്ന് അവൻ മടി കാണിച്ചില്ല കേട്ടോ, അല്ലെങ്കിൽ അവനെ ശരിക്കും മടി കാണിക്കാം. അതിപ്പോ വിളിച്ചിട്ട് വേഷം കെട്ടിട്ട് മേമയോ പാപ്പയോ മേമയോ പാപ്പയോ വെച്ചിട്ട് അവൾക്ക് എപ്പോഴും ഫോൺ എടുത്താലും അച്ഛനെ കാണണം, വേറെ ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പാപ്പയോ പാപ്പയോ എന്ന് ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ദൈവം സഹായിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമുണ്ടില്ല പറഞ്ഞ അവള് പോണൊരു വിഷമം. കുറച്ച് ദിവസം കൂടെ ഒന്ന് നിന്നിട്ട് അവൾക്ക് ഭയങ്കര ഒരു വയ്യൾക്ക്. പക്ഷെ ഞാൻ ഞങ്ങളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായില്ല ഒരു കാര്യത്തിന്റെ സർപ്രൈസ് അവരെല്ലാം സെറ്റ് ആയതിനു ശേഷം അവര് പറയും. അപ്പൊ അതിന്റെ ഓട്ടത്തിന് നിരക്കലാണ്, അതുകൊണ്ടാണ് അവർക്ക് നിക്കാൻ പറ്റാത്ത. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം നിന്നിട്ട് പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ തടസ്സം, നമ്മുടെ സ്വാർത്ഥതയില് എൻ്റെ മോളിൻ്റെ അടുത്ത് നിൽക്കണം. എല്ലാവരും പറയണത് നിങ്ങളെല്ലാവരും ഫാമിലിയിൽ ഒരുമിച്ച് വീഡിയോയിൽ ഫ്രെയിമിൽ വരുമ്പോഴാണ് ആ വീഡിയോക്ക് രസമുള്ളത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയി നമ്മളത് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. അവർക്ക് അവരുടെ ലൈഫാണ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അവരുടെ ലൈഫാണ് അവരുടെ കാര്യങ്ങൾ. അപ്പൊ അവരെന്തായാലും ക്രിസ്മസിന്റെ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാവും കേട്ടോ. അപ്പൊ ഞങ്ങൾ പറയും അച്ഛൻ വെച്ച ഇത്രയിലാണോ, ക്രിസ്മസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ. വേറെ ഒന്നല്ല, നമ്മളിപ്പോ ഉള്ള ഇപ്പൊ കഴിഞ്ഞ കൊല്ലം അച്ഛൻ ഉണ്ടായിരുന്നു, ഇല്ല ഇപ്പൊ ഈ കൊല്ലം അച്ഛനില്ല. അങ്ങനെ നമ്മൾ ലൈഫിൽ ഓരോ കൊല്ലം പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ ആരൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊന്നും നമുക്ക് അപ്പൊ അടിച്ചു പൊളിക്കാനല്ല, എല്ലാ സമയവും നമ്മൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് കൂടുതലും ബന്ധുക്കൾ അങ്ങനെ ഇങ്ങനെ അതിനേക്കാൾ ഫ്രണ്ട്സുകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ തന്നെയുള്ളൂ. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ട്രിപ്പ് ഒന്നും ഇതുവരെ പോയിട്ടില്ല. അല്ല, നമ്മൾ ചില ഫാമിലിയിലെ ഫ്രണ്ട്സുകൾ കുറെ ഉണ്ടാവും. ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു ഫ്രണ്ട്സ്, ഫാമിലി ഫ്രണ്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഫ്രണ്ട്, എന്തെങ്കിലും നാട്ടിലെ ഒരു കൂട്ടായ്മ. ഞങ്ങൾക്ക് ആരുമില്ല സത്യത്തിൽ. ഇപ്പോൾ ഞങ്ങള് 3 ഫാമിലി, ഇപ്പൊ കുഞ്ഞിനെ പൊന്നു ഷെബി ഞാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്ന് ഇപ്പൊ ഫ്രണ്ട്സുകളോ ബന്ധുക്കളോ കൊണ്ട് ഇപ്പൊ കറങ്ങാൻ പോകാൻ ഒന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഉള്ള സാഹചര്യം നമ്മളെല്ലാവരും സന്തോഷിച്ച് ഒരുമിച്ചിരിക്കുക, ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അടിച്ചു പൊളിക്കാൻ നിങ്ങളപ്പം നെഗറ്റീവ് ആണ്. ഞങ്ങൾക്ക് അവരാണ് സ്റ്റാർ ഓരോ വീട്ടുകളും കണ്ടിട്ട് കാണുന്ന ഇങ്ങനെ തൊഴിലക്കേടാക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ എത്ര വർഷമായിട്ടാണ് ബാറ്ററി മേടിച്ചിട്ട്? 4 വർഷം ബാറ്ററി. അത് ഈ വീട് പണിയുടെ മുകളിലുണ്ട്. ഞാനൊക്കെ എടുത്തിട്ട് കഴുകി ഉണക്കിട്ട് തോന്നുന്നു. ഞാൻ അത് കഴുകി ഉണക്കിട്ട് ഞാൻ ജയിക്കോണിയുടെ സൈഡില് അത് ഇട്ട് കൊടുത്ത് ഞാൻ വെളിച്ചം കണ്ടിരിക്കണം. പുറത്ത് വെച്ചിരിക്കും കോണിയുടെ സൈഡില്. ചാറ്റിങ്ങൾക്ക് കുഞ്ഞു മക്കളല്ല, അവരുടെ മനസ്സിലൊരു ഹാപ്പിനെസ്. പിന്നെ നാളെ അമ്മ ക്രിസ്മസ്. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് ട്രീ ഇടാൻ പറ്റില്ല, പൂക്കൾ ഇടാൻ പറ്റില്ല, വിഷുവിന് പടക്കം പൊട്ടിക്കാൻ പറ്റില്ല, വിഷുക്കണി കാണാൻ പറ്റില്ല. വീട് അടഞ്ഞു പോയി. തല്ലുണ്ട
ഉണ്ടാക്കിയിട്ടുണ്ടാ വഴിക്കാൻ പോയി. അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ആദ്യം നിന്റെ സ്വഭാവം നിന്റെ കുട്ടികൾക്ക് എൻ്റെ അമ്മ അങ്ങനെ നല്ല ഭംഗിയിൽ നടത്തണം അങ്ങനെ കണ്ടിട്ട് അവനും എന്റെ പോലെ എല്ലാം നല്ല അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ്. ഒരു 2-3 മാസം മുന്നേ തുടങ്ങാൻ അടുത്തതിനുള്ള പ്ലാനിങ്. അപ്പോഴേക്കും അച്ഛനോട് പറയട്ടെ, ഞാൻ ഈ പ്രാവശ്യം ക്രിസ്മസിന്റെ പ്ലാനിങ് പറഞ്ഞിട്ടൊന്നും ഒന്നും മുൻകൂട്ടി പറയണ്ട നമുക്ക് നടക്കുമല്ലേന്ന് അറിയില്ല. അച്ഛന് വയ്യാത്ത കാരണം നമ്മള് പിന്നെ അച്ഛൻ പണ്ടേ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോ അച്ഛൻ പറയും ഒന്നും മുൻകൂട്ടി പറയണ്ട. അതാ പേടിയാണ് എന്തെങ്കിലും മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോ നടക്കില്ലേ എന്നുള്ള തൊഴിലൊക്കെയാണ് ടെൻഷനാണ്. പക്ഷെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും കാര്യം വരെങ്കിൽ 2 മാസം മുന്നേ തുടങ്ങും ഒരുക്കങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ വേണം ഇങ്ങനെയാണ്. അങ്ങനെ ഇങ്ങനെ ആയില്ലെങ്കിലും എങ്ങനെയൊക്കെ തട്ടിമുട്ടി കൊണ്ട് വെക്കും ഞങ്ങൾ നടത്തിയെടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോയി ഞങ്ങള്. അല്ലോ ഞാൻ അവിടെ ആരൊക്കെ അവരെ ഞങ്ങൾ എത്തിക്കും. അപ്പൊ പോവാ. ക്രിസ്മസിന് വരും കേട്ടോ. ഫ്ലഷ് ഇട്ടാന്ന് വെച്ചോളാം. അങ്ങനെ കുണക്കിന് ട്യൂഷൻ സ്കൂളിലൊക്കെ ആക്കിയതിൻ്റെ ശേഷം വീട്ടിൽ വന്ന് ഞങ്ങൾ ചായ കുടി കഴിഞ്ഞ് പോയി കുണക്കിന് കുഞ്ഞിനും അച്ചുവിനും നമ്മൾ കിയയുടെ ഷോറൂം ഉണ്ടെങ്കിൽ അവരെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ടീൻ സ്റ്റാർസിലെ PK കപ്പിൾസിൽ അവരെ വണ്ടിയാണ്. അപ്പോൾ അവരുടെ 5 ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കീർത്തിനെ അറിയില്ല, പക്ഷെ ഇപ്പോൾ കുഞ്ഞ് പറഞ്ഞു കേട്ടിട്ട് കീർത്തിനെ അറിയാം കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടി അവിടെ സർവീസിന് വന്നിട്ട് അപ്പോൾ കുഞ്ഞ് പറയാം അവരുടെ വണ്ടി അമ്മ കിടക്കണം, പക്ഷെ അവരില്ല കേട്ടോ. അവർ വണ്ടി അവിടെ സർവീസിന് ഇട്ടിട്ട് പോയതേ തോന്നുന്നു. അങ്ങനെ ഇവരുടെ 2-3 ദിവസം സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഈ വണ്ടിയിൽ നിന്ന് ആ വണ്ടിയിലേക്ക് കയറ്റിയിട്ടാ. പുറത്ത് മുറ്റത്തിട്ടടങ്ങുന്ന സ്ലിപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോണ സമയമായപ്പോൾ കുഞ്ഞിനും ഒരു വിഷമം, എനിക്കൊരു വിഷമം. എന്താ വെച്ചാൽ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് എൻ്റെ വീട്ടിലേക്ക് 20 ദിവസം എൻ്റെ 10 ദിവസം എൻ്റെ ഉള്ള ആ 10 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ദിവസം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ. ഇപ്പം എന്താ പറയുക, വെട്ടാൻ കൊണ്ടുപോകണ പോത്തിൻ്റെ എന്തേ അവസ്ഥ. അറക്കാനാ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ചെറിയ തോതിൽ അങ്ങനെ എന്ന് നമുക്ക് പറയാം. അല്ല കുഞ്ഞിൻ്റെ കാര്യമില്ല കേട്ടോ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, കുഞ്ഞിൻ്റെ കാര്യമില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു പറയാം. നമുക്ക് ഇങ്ങനെ അമ്മയൊക്കെ വന്ന് കൊണ്ടാക്കുമ്പോൾ അമ്മ പോകുമ്പോഴേക്ക് ഭയങ്കര വിഷമമാറട്ടെ. അങ്ങനെ അവരെന്നെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ വേഗം പോകുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഉണ്ണോട് സ്കൂള് 2-2:45 പോയിട്ട് അപ്പോഴേക്ക് എത്തണം. അങ്ങനെ അവരെന്നെ ട്യൂഷനും ഉണ്ടാക്കി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മേല് നനച്ച് നമ്മൾ വിളക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ കുറേ ദിവസം ശേഷം ഇന്നലെ വിളക്ക് എത്തിച്ചപ്പോൾ വീണ്ടും നല്ലൊരു ഇതായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നോട്ട് ഞങ്ങൾക്ക് വീണ്ടും വിളക്ക് എത്തിക്കാൻ പറ്റിയില്ല. വേറെ ഒന്നല്ല, ഡേറ്റ് ആവാൻ നോക്കി ഇന്ന് ഡേറ്റായി. ഇന്ന് രാവിലെ തന്നെ തീരെ വയ്യാണ്ട് എനിച്ചേട്ടാ. അങ്ങനെ കുണുക്കന്നെ അതേ കേട്ടോ. അപ്പം മയക്ക് വന്ന് വരുമ്പോഴതിന് ശേഷം വിളക്ക് എത്തിച്ച് കഴിഞ്ഞ് വേഗം തൊഴാൻ വരും കേട്ടോ. സ്വാമിയുടെ റൂമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അന്ന് മലയ്ക്ക് പോയതിട്ട് അങ്ങനെ എല്ലാം അവിടെ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് തുറക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ പുണ്യാകൊക്കെ തെളിച്ച് ഒക്കെ ശുദ്ധി വരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കിയിട്ട് അതിനായിട്ട് അടിച്ചുടച്ചിട്ടുണ്ടായിരുന്നു വീട്. എനിക്ക് വയ്യാത്തതിനായിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഇഡ്ഡലിയോ എന്തെങ്കിലും മേടിച്ച് കൊടുത്തേക്കാൻ. എനിക്ക് തീരെ വയ്യ, നിങ്ങൾക്കറിയാലോ. ഒരു 1-1.5 മാസം നമ്മൾ ഡേറ്റ് മാറാനുള്ള ഗുളിയൊക്കെ അയച്ചിട്ട് പിന്നെ ആവണ ഒരു സമയമുണ്ടല്ലോ. വയറുവേദന, തണ്ടൽ വേദന, കാല് വേദന, തൊട, എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ തീരെ വയ്യാട്ടോ. പക്ഷേ അതിനായിട്ട് എല്ലാം ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഉണ്ണോളെ ഞാൻ കുളിപ്പിച്ചു കേട്ടോ. കുണുക്കിന് ഞാൻ കുളിപ്പിച്ചു. ഞാൻ കുളിച്ച് വന്നു. ഇവരെ യൂണിഫോം ഇടിയിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഭക്ഷണം വെച്ചില്ലെന്നുള്ളൂ, ബാക്കി ഇവരെല്ലാ കാര്യങ്ങളും അത്യാവശ്യം നേരത്തെ പണിയുണ്ട്. നമുക്ക് മുടി കെട്ടൽ, യൂണിഫോം ഇടിയിക്കൽ, ഇതൊക്കെ കുറച്ച് നേരത്തെ മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. കുളിപ്പിക്കാനാണ് ഏറ്റവും വലിയ മെനക്കെട്ട്. രണ്ടാളും എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഉണ്ണാളിനൊക്കെ സ്കൂൾ ഉണ്ടാക്കി വന്നതിന് ശേഷം ഞാനും രണ്ടും 1/4 കിലോ ചെമ്മീനും 1/2 കിലോ മാന്തളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും ഇരുന്ന് നന്നാക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് രണ്ടാളും മീൻ നന്നാക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ മാന്തൾ വലിയ കുഴപ്പമില്ല അല്ലേ, ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ചെമ്മീൻ മേടിച്ചല്ലോ കേട്ടോ, കുഞ്ഞ് ചെമ്മീനാ. നന്നാക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ കുഞ്ഞു മീനായിക്കാനേ നന്നാക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കുറച്ച് മേടിച്ചല്ലോ 1/4 കിലോ. ഇവിടെ ആർക്കും ചെമ്മീനെ കഷ്ണം വേണമെന്നില്ല കേട്ടോ. അതിൻ്റെ ചാറ് കൂട്ടി കഴിക്കാനാണ് കൂടുതലിഷ്ടം. അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കി കൊടുന്നു. ഇനി അടുത്ത പരിപാടി മീൻ കഴുകലാണ് കേട്ടോ. അപ്പോഴേക്കും അതിനായിട്ട് മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളും, ചെമ്മീൻ്റെ വേസ്റ്റല്ലേ കുറച്ച് നീക്കിയിട്ടില്ലെങ്കിൽ നാറും, ഭയങ്കരമായിട്ട് സ്മെല്ല് വരും കേട്ടോ.
അങ്ങനെ ഞാൻ ആ ചെമ്മീൻ മാത്രം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ട് പാത്രത്തിലാക്കി എടുക്കുകയാണ് കാണണം കേട്ടോ. ചെമ്മീൻ ഒരു പിടി തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടി മുളകുപൊടി ഉപ്പിട്ട് മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പിൽ നാളികേരം ചെരുകിച്ച് ഫീസറിൽ ഇരുന്നിരുന്നു. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് മിക്സിയിൽ ജാറിലൊഴിച്ചു. ഒരു പകുതി തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. നാളികേരത്തിൽ പകുതി തക്കാളി അരിഞ്ഞിട്ട് 3-4 കുടംപുളി ഇട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ കറുപ്പായകരം കാണാനാണ്. പിന്നെ അതിലേക്ക് ചെമ്മീൻ ഇട്ടു. നമ്മൾ അരച്ചു കൊടുന്ന അരപ്പിട്ട നാളികേരത്തിൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി തക്കാളി വെള്ളം കൂടി ഒഴിച്ച് അരപ്പാണ് കേട്ടോ. അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ലൂസാക്കണതിൽ നമ്മളെ കട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ അയച്ചു നമ്മൾ തീ ഓണാക്കി കൊടുത്തിട്ട് തീ ഓണാക്കിയതിന് ശേഷം എനിക്ക് തീരെ വയ്യ. നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നിൽക്കാനുള്ള ക്ഷമയില്ല. അതാണ് ഞാൻ ഇങ്ങനെ തരികടപ്പണിയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെമ്മീൻ കറി. നമുക്ക് പെട്ടെന്ന് തീരെ വൈകി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറി കേട്ടോ. ഒരു പച്ചമുളക് നടു ചീന്തിയിട്ടുണ്ട്. ഒരു 3-4 കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ചുവന്നുള്ളിയും ഇഞ്ചി ചതച്ചിടണം കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് അടുപ്പത്ത് വയ്ക്കാറ്. പക്ഷേ എനിക്കെന്ന് വയ്യ, ഈ പണിയൊന്ന് കഴിഞ്ഞിട്ട് പോയി തണ്ടൽ നിവർത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം, ഉണ്ണി പോയി കിടന്നു വൈകി കിടന്നു എന്ന് തന്നെയായിട്ട് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ ചെയ്ത് ശരിയല്ലല്ലോ. അതിനായിട്ടെല്ലാം പണി കൊടുത്തിട്ട് ഞാൻ പോയി കിടക്കുന്നത് ശരിയല്ല. നമുക്കത് ആലോചിച്ചറിയാമല്ലോ. ഒരു വീടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മാന്തൽ മസാല പറ്റി വെച്ചത് വറുക്കാറിട്ട് അടുത്ത പരിപാടി. അത്യാവശ്യം ഒരു 3-4 മാന്തൽ മാത്രമേ ചെറുതുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം കഴമ്പുള്ള മാന്തലായിരുന്നു കേട്ടോ. പിന്നെ അതിനായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്ന് തിരുമ്പിത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല പണി കേട്ടോ. വാഷിംഗ് മെഷീനിന് വേറെ ഒന്നുമില്ല. രാത്രി ആകുമ്പോൾ കുളിച്ച് ചുമച്ച് ഛർദ്ദിച്ച് വിധി മാറ്റി തന്നെയാണ് പണി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാന്തലാണ് മനസ്സിലായത്. നല്ല വലിയ മാന്തലായിരുന്നു കേട്ടോ. ചെമ്മീൻ കറി അങ്ങനെ തണ്ടലേക്ക് കൈ കുത്തിയിട്ട് വയ്യ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് നോക്കിയാലും ഈ പണിയൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി വെച്ചിട്ടിരിക്കണം. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഉണ്ണാളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ചോറുണ്ടു ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് ട്യൂഷൻ 4:30 പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോൾ കുണുക്കം പറഞ്ഞു അകത്ത് കയറണ്ട. ഞാൻ പറഞ്ഞു മേല് കുളിച്ചിട്ട് കഴിക്കണം. അപ്പോൾ ഈ അകത്ത് കയറാൻ നേരം ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്തു. ഞാനും 2 ഉച്ചത്തെ ഭക്ഷണം ഇവർ വന്നതിൻ്റെ ശേഷം കഴിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. കുണിക്കിനെ മേലൊക്കെ കുളിച്ച് വന്നു. അപ്പോൾ കുറച്ച് തുണികളും മടക്കാണ്ട് കേട്ടോ. സെറ്റ് ചെയ്യുമ്പോൾ റൂമിൽ കൊണ്ടിട്ടാലേ പിന്നെ കുറേ നാളത് അങ്ങനെ കിടന്ന് ഒരു കുന്നാര തുണിയും. ഹാളിലാകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മാറ്റിയിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ഈ കിടക്കി വിരിയും ഇപ്പം എന്നും കിടക്കി വിരി മാറ്റിയിരുന്നൊരവസ്ഥ കേട്ടോ. എന്താ വെച്ചാൽ കുണിക്ക് ചുമയ്ക്കുക ഛർദ്ദിക്കുക ഇത് തന്നെയാണ് രാത്രി ഒന്നുറങ്ങിയുള്ള അവസ്ഥ. എന്നിട്ട് നമുക്ക് ചുമയുടെ നല്ല മരുന്ന് കഴിക്കേണ്ടി വരും കേട്ടോ. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. നല്ലൊരു മരുന്ന് ചുമേനെ വേണ്ടി വരുന്നത് വെച്ചാൽ ഇവർക്ക് ഇനി ഒരു ചുമ തുടങ്ങി കുറച്ച് അകത്തേക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ വിരിയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് വെറുതെ ആയിട്ടാ 2 ദിവസം മുമ്പേക്ക് വിരി മാറ്റേണ്ട അവസ്ഥ. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ 1 ദിവസമുള്ളൂ അല്ലേ. എന്നും തലോണ കവറും ബെഡ്ഷീറ്റ് കഴുകേണ്ട അവസ്ഥ തന്നെയാണ്. എന്താ വെച്ചാൽ ഉണ്ണോട് ഛർദ്ദിക്കണം അതിനാട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചായാലും നമ്മൾ തുടച്ചൊക്കെ എടുത്തെങ്കിലും നേരം വെക്കുമ്പോൾ നമ്മളതൊക്കെ ബെഡ്ഷീറ്റ് മാറ്റും കേട്ടോ. മാച്ചിനൊന്നും നോക്കില്ല കേട്ടോ. കയ്യിൽ കിട്ടിയൊരു തലാണ് കവർക്ക് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ തീരെ വയ്യ. ഇനി ഉണ്ണിയോളെ ട്യൂഷൻ ഉണ്ടാക്കണം. 4:30 ഉണ്ണിയോൾക്ക് ട്യൂഷൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ 4:30 ആകുമ്പോൾ നമ്മൾ ട്യൂഷൻ എടുത്തപ്പോൾ ടീച്ചറിന് മെസ്സേജ് അയക്കണം 5:30 ട്യൂഷൻ. അപ്പോൾ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഈ പറഞ്ഞ ചില ദിവസങ്ങൾ ഇങ്ങനെ നാളെ എക്സാം ആയിക്കാൻ നമുക്ക് ടെൻഷനായി. നമുക്ക് പഠിക്കാൻ അത്യാവശ്യമുണ്ട്. നാളെ മാത്സാണ് എക്സാം. എന്തായാലും ട്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം വന്നിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ തീരെ വയ്യ. നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നും ഒരു സുഖമില്ല. ഭയങ്കര ക്ഷീണവും തളർച്ച. പിന്നെ കുഞ്ഞ് പാവം 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതല്ലേ. ഒന്നും അതിന് നിന്നെങ്കിലും നമുക്ക് അതിനൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും നമുക്ക് പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചാൽ തറവാട്ടിലെ അടിയന്തരവും കാര്യങ്ങളും പിന്നെ 100,000 കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ ചേട്ടാ. കുറേ കാര്യങ്ങളും കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്ന് എനിക്ക് പാവം കുഞ്ഞ് പറഞ്ഞിട്ട് അമ്മ ഞാൻ 2 ദിവസമുള്ളൂ കേട്ടോ അമ്മ 2 ദിവസമുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, നീ ക്രിസ്മസിന് വരും അവള്. 3 ദിവസമുണ്ടോ ട്യൂഷൻ ഉണ്ടാക്കാൻ വന്നാട്ടാ. ഇപ്പം ട്യൂഷൻ 4:30 തന്നു. 3 മണിക്ക് എത്തിയപ്പോൾ 3 മണിയാകുമ്പോൾ എത്തിയപ്പോൾ 4 മണിക്ക് 4:00 ട്യൂഷൻ. 4:30 എത്തിയപ്പോൾ 5:00 ട്യൂഷൻ മെസ്സേജ് വന്നു. ട്യൂഷൻ ക്ലാസ്സിന് മുന്നിലെത്തിയപ്പോൾ
അപ്പം ഞാൻ ഇവിടെ അടുത്ത് ചായ കുടിക്കണമെന്നില്ല. ഒരു ചായ രണ്ടാം കൂടി 20 രൂപയുടെ പക്കോട കഴിക്കാം. വീട് കൊടുക്കാല്ലേ ഞാനാരോടെ പറയാ ഉദ്ദേശിച്ചു. ചായ അല്ലേ ഇപ്പൊ അവിടെ ചായ ഇതല്ലേ ഇവിടെ ഈ നേരത്തെ വാട്ടമല്ല ഞാൻ മേടിക്കാം. അവന് വേണ്ടി വരും. നിങ്ങൾക്ക് ഞാനടാ വേണഞ്ഞോനാ ചായല്ലായോ. അപ്പം എന്താ പറയുക, ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കുറേ നേരം കിടപ്പ്. ഇതെന്താ സാധനം? പഴംപൊരി ഇതെപ്പോ അടിച്ച് അവളറിഞ്ഞിട്ട് ആ ഇനി എന്തായാലും ഞാൻ വിചാരിച്ചു കുറച്ച് ഫുഡൊക്കെ തിന്നിട്ട് ശരീരം നന്നാക്കാന്ന് വെച്ചാൽ ക്ഷീണം ഭയങ്കര ക്ഷീണമായി അല്ലേ. ബ്ലഡ് കുറവുണ്ട്. ആ കോഴിനൊക്കെ തിന്ന നല്ല തട്ടിയിട്ട് പുതിയുണ്ട് കുമ്പളങ്ങ ഇട്ടേക്കണ. അല്ല അതിനൊക്കെ കുമ്പളങ്ങ ഇട്ടിട്ട് ചീറി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലമ്മ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയാലോ? കൊണ്ടുപോകണ്ടോ പിന്നെ ബാക്കിൽ ആൾക്കാർ വരും, അതിനോട് തീരുമാനം ഉണ്ടാക്കേണ്ടി വരും. ഞാനില്ലേ ഞാൻ ഒരു ആവശ്യം വെച്ചിട്ട് വരാം. അച്ഛനും മക്കളെയും വണ്ടിയിൽ കൊണ്ടുവെക്കോ. ഇനി വേണമെങ്കിൽ പോയിട്ട് മേടിച്ചിട്ട് പോവാൻ മഞ്ഞ ഇതായിട്ട് പൊക്കോ. ഇത് വേണോ വേറെ തരും ഇനി മേടിക്കണ്ടില്ല. അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കേട്ടാ ഇത് കേട്ടോ. പിന്നെ വേറെ കാശ് അങ്ങനെ എന്താ പറയാ, എന്തായാലും അച്ഛനും മകനും കൂടിയിട്ട് ചാത്തക്കോഴിനെ പിടിക്കാൻ പോകുന്നുണ്ട്. പിടിക്കണില്ലേ ചാത്തക്കോഴിനെ? 20 രൂപ 40 രൂപ ചാത്തക്കോഴിനെ ചാത്തക്കോഴിനെ പിടിക്കില്ല. 20 രൂപയ്ക്ക് പക്കുവട. 20 രൂപയ്ക്ക് പക്കുവട. അങ്ങനെ പറഞ്ഞു പഠിക്കും. 20 രൂപയ്ക്ക് പക്കോട പറയും. ആരെ പറയണോട്ടെ കേട്ടാ. നിങ്ങൾ ഗൈസ് കുണുക്കനും കുണിക്ക് പക്കോട മേടിക്കാൻ പോവാണ്. എന്തെടുക്കാ എന്താ മേടിക്കാണ്? പരാജയനോട് വരാ. ചാത്തക്കോഴിയുടെ ഇത് ഒത്തു കെട്ടിട്ട് വരിക. കുണുക്കം മേടിച്ചോടാ, മേടിച്ചു പിടിച്ചോ നീ. പൈസ കൊടുക്കുവാനാ കുണുക്ക എന്താ മേടിച്ചേ? നീ എങ്ങനെ വീഡിയോ എടുക്കുക പറഞ്ഞ? നീ ഇന്നലെ അച്ഛൻ്റെ ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ പക്കുവട കഴിക്കാണ്. വേറെ ഏത് സ്ഥലം? പോക്കുവളം വടക്കുമൂലി എവിടെയാണ് ഒരു ചായക്കടയില് പക്കോട കഴിക്കാൻ. ഈ ഡിങ്കു ഫാത്തിമ ഫുൾ ടൈം സമയം മാറ്റിക്കൊണ്ടിരിക്കുക ഗൈസ്. എന്ത് ക്ഷീമല്ലയാ. എങ്ങനെയുണ്ട്? നിങ്ങൾ അതുണ്ടാക്കിയതല്ല, കടക്കാരൻ അതൊക്കെ വാങ്ങിയത്. അങ്ങനെ ഒരു ചായ അന്യായിട്ട് കുടിക്കാൻ വന്ന അന്യായിട്ട് രണ്ടാമത്തെ ചായ മേടിക്കാൻ പോയി കേട്ടോ. വേറെ ഒന്നുമില്ല, നല്ല ചായ ആയിരുന്നു അന്യാൻ്റെ ചായ. ഞാനും ഷെയർ ചെയ്തു കേട്ടോ വിത്തൗട്ട് ചായ കുടിക്കാൻ. എനിക്ക് ചായ മേടിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ കുടിച്ചതപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പം ഞാൻ കുടിച്ചു. ചായ ചിലയിടത്ത് മാത്രം കിട്ടണത് നല്ലതാവളോ കേട്ടോ. അതുകൊണ്ട് ഇത് നല്ല ചായ. ഇതെങ്ങനെയുണ്ട് പക്കോട? എങ്ങനെയുണ്ട്? ശബ്ദം കേട്ടിട്ട് ഇനി അടുത്ത ചടങ്ങ് എന്താന്ന് അറിയാം കൊടുക്കാൻ പറയട്ടെ. പക്കുവട കേൾക്കുമ്പോ കുടുക്കല മാത്രം പെല്ല് നോക്കണ്ടോ നോക്കട്ടെ നമുക്ക്. അടുത്ത ചടങ്ങ് കുണുക്കൻ്റെ പല്ല് പറിക്കുന്നതാണ് വീഡിയോ വരുന്നത്. സ്വന്തമായിട്ട് കുണുക്കുമ്പം പല്ല് പറിച്ചെടുക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ റോട്ടിൽ വെച്ചിട്ടൊന്ന് പല്ല് പറിക്കാം. എന്നൊരു വെറൈറ്റി. എന്നിട്ട് ഒന്ന് വെറൈറ്റി കണ്ടിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് കുണുക്കൻ്റെ പല്ല് പറിച്ചാലാ? പല്ല് കഴിക്കാനല്ല, ചായ എങ്ങനെയുണ്ട്?
എന്ത് എന്താ ചേങ്ങനുണ്ട് മറ്റേ ചേട്ടനാ ഇവിടെ മറ്റേ ചേട്ടായി എല്ലാം ഇട്ടു മറ്റേ പക്കുവട ഉണ്ടാക്കും. അപ്പൊ ഇതാരുടെ പോയാലോ പോയതല്ലേ पकवाड़ा भैया കുഴപ്പമില്ല. എന്നാലും നേരത്തെ ചായ ഒന്നുകൂടി അടുപ്പുണ്ട്. സ്ട്രോങ് ആയിട്ട് ഒരു തലവേദനയ്ക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു കുടിച്ചപ്പോൾ. കുറെ നാളായിട്ട് ഇങ്ങനത്തെ സാധനം തിന്നുമ്പോൾ ടെൻഷൻ ഇന്ന് ടെൻഷനിലാണ് ഞാൻ കഴിക്കണം. ആകെ ക്ഷീണിച്ചിട്ടേ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറി ഉണ്ണികളൊക്കെ പറഞ്ഞു തുടങ്ങി. അമ്മ തടി പറയുമ്പോൾ പ്രായം തോന്നിക്കാന്ന്. പൊന്നുവിന്റെ അന്വേഷണി പരാജാണ് തടി കുറക്കണ്ട അല്ലേട്ടാ. കിക്കിരിക്കോഴി അല്ല ചാത്തൻകോഴി. കിക്കിരിക്കോഴി ചാത്തൻകോഴിയുടെ പറഞ്ഞ കിക്കിരിക്കോഴിനെ പിടിച്ചാൽ അതിൽ 2 പീസ് കൂടിയിട്ട് പക്കുവട എടുത്തോണ്ട് ഞാൻ അത്യാവശ്യം ട്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു 5-6 മണിമ്പോ വെട്ടികളവ് വിടാന്ന് വെച്ചാ ഞാൻ ട്യൂഷൻ മാറ്റി കഴിക്കുന്ന കഴിഞ്ഞിട്ട് ഇവിടെ നല്ല കുഴപ്പമില്ല. എനിക്ക് ഒരു തൊണ്ടയ്ക്ക് സുഖമാണ് കുടിക്കുന്നില്ല. എനിക്കിപ്പോൾ അവിടുത്തെ ചായ അത്ര ഇഷ്ടമില്ല, അത്ര പോരാ. ചായയിലെ മാറി എന്താ ചെയ്തു അതിന്റെ ഇത് നല്ലതാ അല്ലേ? എനിക്ക് ഇങ്ങനെ ഇഷ്ടം. നല്ല ചൂടുണ്ട്. അത് എന്തിനാ മോനെ അത് വെയിലത്തിരുന്നായിരുന്നാ വെയിലത്ത് നീ കുടിക്കണ്ട. കിക്കിരി കോഴിനെ പിടിച്ചിട്ട് ഞാൻ ഉണ്ടല്ലോ തലയിൽ ചെയ്ത് കൊത്തട്ടേക്ക് തല കിക്കിരി കോഴി. ഞാൻ പല്ല് പറക്കട്ടാനായിട്ട് എന്നിട്ട് കയറാൻ പറ്റും. എന്നിട്ട് കിക്കിരി കോഴിക്ക് ആയിട്ട് കൊടുക്കാം നമുക്ക്. വാലേട്ടനല്ല പക്ഷെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ബാലേട്ടനാ. ഞങ്ങക്ക് ബാലേട്ടനെല്ലാം അറിയണം. അപ്പൊ ഞങ്ങക്ക് ബാലേട്ടനത് ഇന്നലെ കുന്നാളത്ത് വെച്ചപ്പോ പൊന്നു ബാലേട്ടൻ നിക്കണു. ആ അത് ബാലേട്ടൻ. അത് നിങ്ങൾക്ക് എത്ര ഷേപ്പ് അറിയണമെന്നില്ല, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷേപ്പ് മനസ്സിലാവും. ശബ്ദം ഷേപ്പ്. ആ പോണ ചേട്ടണ്ട കടയുടെ ഉള്ളിലേക്ക് പോയി ചേട്ടൻ പറഞ്ഞുതരാം. നമുക്ക് പണ്ട് നമ്മുടെ വീട്ടില് ജോലിക്കാൻ ഒരു ചേട്ടൻ കേട്ടോ ബാലേട്ടൻ എന്ന് പറയും. അപ്പൊ ബാലേട്ടൻ ഇരട്ടയാ. അപ്പൊ പക്ഷെ പിന്നെ ബാലേട്ടൻ ഇരട്ടയല്ല, ഇരട്ടകൾ ഒരാളാണ് ബാലേട്ടൻ. ബാലേട്ടന് നമ്മുടെ ഇടയ്ക്ക് പണിക്കുന്നത്. ഈ ചേട്ടനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഇരട്ടകളാണ് ഇങ്ങനെ ഷേപ്പിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഇത്രയും ഷേപ്പ്, സംസാരം, എല്ലാം, ശബ്ദം, ഹൈറ്റ്, മുടി, ഒരു വ്യത്യാസമില്ല അല്ലേ? തോന്നണേ ഒരു വ്യത്യാസമില്ല. ശരിക്കും ഇവരൊക്കെ കല്യാണം സമയത്ത് ഭാര്യമാർക്ക് തെറ്റിയായിരുന്നോ? ഒത്രയും ഒക്കെ ബാലുവേട്ടൻ പോയത് എന്താ വെച്ചാൽ പെട്ടെന്നൊരു ദിവസം കേൾക്കണത് ബാലുവേട്ടൻ മരിച്ചു എന്നുള്ള വാർത്ത. അതിന് 2 ദിവസം മുന്നേ നമ്മുടെ വീട്ടിൽ പഠിക്കാൻ ബാലുവേട്ടൻ പോകുമ്പോൾ പറഞ്ഞ സംഖ്യ കാണാട്ട സംഖ്യയെന്ന് വിളിക്കുള്ളൂ, സംഖ്യയെന്ന് വിളിക്കുക. അങ്ങനെ പറഞ്ഞു പോയാൽ ഒറ്റയടിക്ക് പ്രഷർ തലക്കടിച്ചതിന് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. അന്വേഷണായാലും ഹോട്ടലില് പണിക്ക് വന്നായിരുന്നു. നമ്മുടെ വീട്ടിലേക്കും അന്വേഷണ ഹോട്ടലിലേക്ക് എന്തെങ്കിലുമൊക്കെ പണി വിളിച്ചാൽ എന്താട്ടാ സംഖ്യ വല്ലതുണ്ടാന്ന് ചോദിക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ ആളെ ഇരട്ടകളിൽ ഒരാള് ഇവിടെ ചായക്കടയിൽ. അപ്പൊ ഞങ്ങൾക്ക് ഇതുകൂടെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എന്താ വെച്ചാൽ ബാലേട്ടൻ പോയാലും ബാലേട്ടൻ്റെ ശബ്ദം, ബാലേട്ടൻ്റെ ഷേപ്പും. പിന്നെ ഇപ്പം മൂപ്പർക്ക് ഞങ്ങളോട് ആദ്യം മൂപ്പർക്ക് അറിയില്ല. ഞങ്ങളിങ്ങനെ കണ്ടിട്ട് സത്യം ഞങ്ങൾക്ക് ആദ്യം കരച്ചില വന്നിട്ട് ബാലേട്ടൻ അത്രയും
പിന്നെ ഇപ്പൊ മൂപ്പര് ഇപ്പൊ നമ്മളോട് ഭയങ്കര അടുത്തു. മൂപ്പർക്ക് മനസ്സിലായി ബാലേട്ടൻ നമ്മളായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. ബാലേട്ടൻ മിസ്സിങ് നല്ലോണം നമുക്ക് ഉണ്ടെന്ന് മനസ്സിലായതിന് ശേഷം തോന്നുന്നു മൂപ്പര് നമ്മളോട് ഭയങ്കര കൂളായിട്ട് സംസാരിക്കാം. എന്നാലും ബാലേട്ടൻ എന്ത് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ബാലേട്ടൻ അത്രയും ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ പണിക്ക് പെയിന്റ് പണി വാർപ്പണി തന്നിരുന്നല്ലോ. ആ സമയത്ത് വരുമ്പോ മൂപ്പര് രാവിലെ നേരത്തെ വരും. ഞങ്ങൾ എനിക്ക് മിറ്റടി കഴിച്ചിരിക്കും. അങ്ങനെ എന്തായാലും ലൈഫിൽ നിന്ന് നമ്മള് ഓരോരുത്തരും ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ, പക്ഷെ ആള് നഷ്ടപ്പെട്ടാലും ആ ആളിനെ കാണാൻ പറ്റുന്നുണ്ട്. ചിനക്കൂടുകൾ സംസാരിക്കുമ്പോൾ ആള് നഷ്ടപ്പെട്ടാലും ആളെ നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടാ. എന്താ വെച്ചാൽ നമുക്ക് സാപ്പ അന്നയുടെ അച്ഛൻ പോയി, പക്ഷെ ഇനി അങ്ങനെ ഒരു ഷേപ്പുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് അച്ഛൻ്റെ അനിയ വന്നപ്പോ ആ കൈ ഉണ്ടല്ലോ, ഫേസ് എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഫേസ് തന്നെയാണ് തോന്നിയ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫേസ് എനിക്ക് തോന്നിയില്ല. ഹൈറ്റ് സൈസ് ഉണ്ട്, അച്ഛന്റെ മുഖത്തിന്റെ ഒരു ഇതല്ല. പക്ഷെ കയ്യും ആ നടത്തൊക്കെ അച്ഛൻ്റെ അനിയില്ല. ബാക്കൊക്കെ കാണുമ്പോ എന്താ വെച്ചാ അനിയന്റെ അച്ഛൻ്റെ ആ അനിയനെ ഞങ്ങള് ഇപ്പോഴും അടുത്ത കാണിട്ട് വേറെ ഒന്നുമില്ല. അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായതല്ലേ ആ മകൻ. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. ഈ അനിയന്റെ അച്ഛൻ ഒരു അമ്മയുടെ ഉണ്ടായ അച്ഛൻ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ വേറൊരു അമ്മയെ കെട്ടിയിലുണ്ടായിട്ട് 2-3 മക്കളുണ്ടോ തോന്നുന്നു അതില് ഉണ്ട്. 2-3 ആൾക്കാരുണ്ട്. അപ്പൊ അന്യായിട്ടന്നെ ഷേപ്പ് കണ്ടിട്ട് വിളിക്കാണ്ട് ഇതിരത്തിന് എന്താ പറഞ്ഞേ വകുപ്പപ്പെട്ട ആളെന്റെ സംശയിക്കേണ്ട കാര്യം ഇവരൊക്കെ ഏകദേശം എല്ലാരും ഒരേ ഷേപ്പായിട്ടാണ് കുടുക്കി. അവരെല്ലാവരും ഒക്കെ ഒരേ ഷേപ്പായിട്ട് അങ്ങനെ വരുന്നത് പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ. അങ്ങനെ അപ്പൊ ഒരാളുടെ കാര്യം ബാലേട്ടനെ നമുക്ക് മിസ് ചെയ്യണില്ല. ഒരിക്കലും മിസ് ചെയ്യണില്ല. ശരിക്കും ഇങ്ങനെ ഭാര്യമാർക്ക് ഭയങ്കര വിഷമായിരിക്കും അല്ലേ. അങ്ങനെ ഭയങ്കര വിഷമം ഭയങ്കര വിഷയം ഭാര്യമാർക്ക് കേട്ടോ. അപ്പൊ നമ്മളെ പോലെ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ കാഴ്ചയിലെ ആളെ കാണാണ്ട് നമുക്ക് അത്ര ഉള്ളു. നമുക്ക് ബാലേട്ടൻ ഇപ്പൊ ആള് എന്നോട് ആരാന്ന് ബാലേട്ടനല്ലാട്ടാ രാമേട്ടന് ബാലേട്ടനല്ലാട്ടാ രാമേട്ടനാട്ടാണ്ടാണ് മുപ്പിനവിടുന്ന് വന്നത് തന്നെ കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിത് ബാലേട്ടനാ, ഞങ്ങൾക്ക് രാമേട്ടനല്ല, ഞങ്ങൾക്ക് ബാലേട്ടനാ. ഞങ്ങൾ അങ്ങനെ കണക്കാക്കണ്. ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടാലും പൊന്നു അമ്മ അതാ ബാലേട്ടൻ നിൽക്കണമെന്ന് പറയാം. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയാ. മൂപ്പര് രാമേട്ടനാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളിൽ ഞങ്ങൾക്ക് അത് ബാലേട്ടനായിട്ട് ഞങ്ങൾ തോന്നാട്ടാ. അപ്പം അങ്ങനെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് ആരായാലും ജസ്റ്റ് ഒന്ന് കണ്ടു മിണ്ടിയ ആള് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അല്ലേ, അത് ഏത് രൂപത്തിലായാലും ബന്ധമായാലും സ്വന്തമായാലും ചിലപ്പോൾ ഒരു പരിചയക്കാരായിരിക്കും ഈ സാധനം. പക്ഷെ നമുക്കതൊക്കെ ഭയങ്കര അങ്ങനെ എത്രയോ ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയിരിക്കുന്നു അല്ലേ. ഏറ്റവും വലുതല്ല അച്ഛനും അവർ പോയി, എന്നിട്ടും നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. ഓരോ കാലഘട്ടം. ഞാൻ വിചാരിക്കും എന്തിനാണ് മരണം ഉണ്ടാവുക വേണ്ടതെന്നില്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വേണ്ടല്ലോ അല്ലേ. അങ്ങനെ വേണം. ദൈവം എന്തൊക്കെ ഒരു മനുഷ്യന്റെ സൃഷ്ടി ആലോചിക്കും. അത്രയും വലിയ അത്ഭുതം ഒന്നും ഇല്ലല്ലോ ലോകത്ത്. അതിനോളം ഒരു അത്ഭുതം ഒന്നുമില്ല. അതും ദൈവത്തിന്റെ ഒരു കഴിവല്ലേ ഈ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ അത് അങ്ങനെ ഒരു അത്ഭുതം ചെയ്യണ ആൾക്ക് മരണം വേണ്ട നിൽക്കാൻ പറ്റും. വയസ്സ് ഇത്ര ആയപ്പോ ആ വയസ്സുമാണ് നിൽക്കുക. വയസ്സ് എന്താ വിഷയ പ്രാന്താന്നല്ല എനിക്ക് അല്ല ഉമ്മകളെ അതെന്റെ ഭർത്താവിന് ഞാൻ വായിച്ച് അലീന ഉമ്മയ്ക്ക് സമ്മതിക്കില്ല. പോയിട്ടെന്തിനാ